ഇനി ദക്ഷിണ ദ്രാവിഡ ഭാഷകളെ പറ്റിയൊന്ന് നോക്കാം. ആര്യന്മാർ തെക്കോട്ട് കടന്നു കയറിയതിൻ്റെ ഫലമായി ആദ്യം പരിണാമവിധേയമായത് ആന്ധ്രാപ്രദേശിലെ ഭാഷയാണ്. ദക്ഷിണ ഭാരതത്തിലെ ആദ്യത്തെ സ്വതന്ത്ര ഭാഷ തെലുങ്ക് തന്നെ. സംസ്കൃത ശബ്ദങ്ങളുടെ ബാഹുല്യം ഏറ്റവും കൂടുതലുള്ളതും തെലുങ്കിൽ തന്നെ. വളരെ വിസ്തൃതമായ പ്രദേശത്ത് പ്രചരിക്കുന്ന ഭാഷയായതുകൊണ്ട് തെലുഗുവിന് പ്രാദേശിക ഭേദങ്ങൾ ഏറെയുണ്ട്. തെലുങ്ക് ദ്രാവിഡ ഭാഷയല്ലെന്ന് ലീലാതിലകകാരൻ പറയുന്നതിന് കാരണം രണ്ടാണ്. അത് തിരുവായ്മൊഴിയിലെ ഭാഷയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കൂടാതെ അക്ഷരമാല ദ്രമിഡ സംഘാതാക്ഷരമല്ല. സംസ്കൃതാക്ഷരമാലയിലെ എല്ലാ അക്ഷരങ്ങളും തെലുങ്ക് സ്വീകരിച്ചിട്ടുണ്ട്. AD 1-ാം ശതകം മുതൽ തെലുങ്ക് ദേശത്തിലെ ഭാഷ സ്വതന്ത്രമായി തുടങ്ങി. കോംഡാവു, കോമതി, ഭാസരി, ബേരാടി, വടരി എന്നിവ തെലുങ്കിൻ്റെ ഉപഭാഷകളാണ്. കന്നഡയെപ്പറ്റി ചിന്തിക്കാം. കന്നഡ കർണാടക ദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ഭാഷയാണ് കന്നഡ. അവിടുത്തെ കറുത്ത മണ്ണിനെ കുറിക്കുന്നതാണ് ഈ പേരെന്ന് പലരും വിശ്വസിക്കുന്നു. ഹളയ കന്നഡമെന്നും ആധുനിക കന്നഡമെന്നും ഇതിന് 2 രൂപമുണ്ട്. പദഘടനയിലും വ്യാകരണ വ്യവസ്ഥയിലും ഇതിന് അന്തരമുണ്ട്. തെലുഗു സ്വതന്ത്ര ഭാഷയായതിനു ശേഷമാണ് കന്നഡം രൂപപ്പെടാൻ തുടങ്ങിയത്. 13-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം ഹളയ കന്നഡം എന്നറിയപ്പെടുന്നു. സംസ്കൃതാക്ഷരമാലയും പദങ്ങളും ഇതിൽ സ്വീകരിച്ചിട്ടുണ്ട്. കന്നഡയ്ക്ക് ഉപഭാഷകൾ കുറവാണ്. ഹോലിയ, ബെഡക, കുറുമ്പ എന്നിവയാണ് പ്രധാനം. തമിഴിനെ പറ്റി പറയാം. ദ്രാവിഡ ഭാഷകളുടെ കൂട്ടത്തിൽ 1-ാം സ്ഥാനം തമിഴിനാണ്. അത് പ്രാചീനത നിലനിർത്തുന്നു എന്ന് മാത്രമല്ല, ദ്രമിഡാക്ഷരങ്ങൾ മാത്രം ഉപയോഗിക്കുന്നു. ഖരാക്ഷരത്തിൻ്റെയും ഋതുക്കളുടെയും വിനിമയം അതിലില്ല. തെന്നിന്ത്യൻ സാഹിത്യത്തിൽ ഏറ്റവും പഴക്കമുള്ളത് തമിഴ് സാഹിത്യമാണ്. ഇതിൻ്റെ ഉപഭാഷകൾ കൊറവ, കൈക്കാടി, ബുർഗാടി മുതലായവയാണ്. തുളു കല്യാണപുരി, ചന്ദ്രഗിരി എന്നീ പുഴകളുടെ ഇടയിൽ കിടക്കുന്ന തെക്കൻ കാനറയിൽ ഒരു വിഭാഗം ജനങ്ങളുടെ ഭാഷയാണ് തുളു. കൊങ്ങിണി, കന്നഡം എന്നീ ഭാഷകളുടെ സ്വാധീനം തുളുവിലുണ്ട്. മലയാളത്തിൻ്റെ ഒരു ദേശീയ ഭേദമാണ് തുളു എന്ന് ചിലർ കരുതുന്നു. സ്വന്തമായി ലിപിയോ വലിയ സാഹിത്യ സമ്പത്തോ ഇതിനില്ലെങ്കിലും ഇതൊക്കെയുണ്ട്. ലിപിയുണ്ട്, സാഹിത്യ സമ്പത്തുമുണ്ട്. ഒരു കാലഘട്ടം വരെ ഇല്ലായിരുന്നു. എങ്കിൽ പോലും വികസിത ഭാഷയുടെ കൂട്ടത്തിലാണ് ഈ തുളു ഭാഷയെ ഉൾപ്പെടുത്തിയത്. ഭൂമിശാസ്ത്രപരമായും ഭാഷാശാസ്ത്രപരമായും കന്നഡത്തിൻ്റെയും മലയാളത്തിൻ്റെയും മധ്യത്തിലാണ് തുളുവിൻ്റെ സ്ഥാനമെന്ന് പറയാം. കൊടകു, കൂർഗ്, മഞ്ചരാബാദ് മലകൾ, മൈസൂർ, വടക്കേ മലബാർ, തെക്കൻ കാനറ, ഹൈമവതി പുഴ ഇവയ്ക്ക് നടുവിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗങ്ങളിൽ പാർക്കുന്നവരുടെ ഭാഷയാണ് കൂർഗ്. കാൾഡ്വൽ ഈ ഭാഷയെയും വികസിത ഭാഷയായി തന്നെ കരുതുന്നു. ഇനി മലയാളത്തെക്കുറിച്ച് നമുക്ക് അല്പം ചില കാര്യങ്ങൾ കേൾക്കാം. ദക്ഷിണ ദ്രാവിഡ ഗോത്രത്തിൽ നിന്നും ഏറ്റവും ഒടുവിൽ സ്വതന്ത്രമായ ഭാഷയാണ് മലയാളം. ദക്ഷിണ ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും അവസാനം ഉരുത്തിരിഞ്ഞു വന്ന ഭാഷയാണ് മലയാളം. ഇതിന് ഏറ്റവും അടുപ്പം തമിഴിനോടാണ്. ദ്രവിഡാക്ഷരങ്ങൾക്ക് പുറമെ ആര്യ എഴുത്തും മലയാളം സ്വീകരിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? സംസ്കൃത പദങ്ങൾ വൻതോതിൽ മലയാളത്തിൽ വ്യാപിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെ. സംസ്കൃതത്തിന് ആഭിജാത്യം കൽപ്പിച്ച മലയാളികൾ അനവധി തമിഴ് പദങ്ങൾക്ക് പാതിഥ്യം കൽപ്പിച്ചു. വടക്ക് ചന്ദ്രഗിരിപ്പുഴ മുതൽ തെക്ക് തിരുവനന്തപുരം പാറശാല വരെയും സഹ്യനിരകൾക്കും അറബിക്കടലിനും നടുവിൽ മലയാളക്കര കിടക്കുന്നു. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭേദമുള്ള ഭാഷയാണ് മലയാളം. തെക്ക് തമിഴിൻ്റെ കലർപ്പും മലബാറിൽ അറബി ഭാഷയുടെ സങ്കലനവും വടക്ക് തുളു കന്നഡങ്ങളുടെ സ്വാധീനവും ഇതിൽ പ്രാദേശിക ഭേദം സൃഷ്ടിച്ചു. എന്നാൽ ഇതിന് ഉപഭാഷകൾ അധികമില്ല. അറബി കലർന്ന ലക്ഷദ്വീപിലെ ഭാഷയെ ഉപഭാഷയായി വേണമെങ്കിൽ ഗണിക്കാം. മലബാർ പ്രദേശത്തെ അറബി മലയാളം ആസന്ന ഭാവിയിൽ ഉപഭാഷയായി വേർപിരിയാനും സാധ്യതയുണ്ട്. മലയാളത്തിൽ അറബി കലർത്തി വ്യവഹരിക്കുന്ന കൃത്രിമ ഭാഷയാണ് അവിടെ വ്യവഹരിക്കുന്നത്. ഇതാണ് മലയാളത്തെക്കുറിച്ച് ഉള്ള ഒരു ഏകദേശ ചരിത്ര മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച്. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമുക്കതിൻ്റെ വ്യാകരണത്തെക്കുറിച്ചുള്ള അല്പം ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. ഇന്ന് ഇവിടെ നമുക്ക് നിർത്താം.